ചെറുപ്പക്കാരൻ. എന്താ കാരണം മനസ്സിലായിട്ട് നമ്മൾ എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ മക്കളൊക്കെ പഠിച്ച് എഞ്ചിനീയർ ഡോക്ടറൊക്കെ ആവണമെന്നില്ല. വലിയച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മാവൻ്റെ മകൻ ഡോക്ടറാണ്, അതുകൊണ്ട് നമ്മുടെ മകൻ ഡോക്ടറാണ്. എൻ്റെ സഹോദരൻ്റെ മകൻ ഡോക്ടറാണ്, അതുകൊണ്ട് നമ്മുടെ മകൻ ഡോക്ടറാണ്. ഇതൊക്കെ നമ്മുടെ സിദ്ധാന്തം. എന്നാൽ ആ കുട്ടിക്ക് ആ മകനെ കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്നോ അവൻ്റെ നാച്ചുറലായിട്ടുള്ള ടാലൻസ് എന്താണെന്നോ നമ്മൾ അറിയണോ വേണ്ടിയോ? അപ്പൊ അതറിയാതെ ചില സാമൂഹിക ചിന്തകൾ വെച്ചുകൊണ്ട് ഒരു സംഭവം ഇതാണ്, അവന് ഡോക്ടറാക്കാൻ പറ്റും. കാരണം എന്താ, നമ്മൾ ഒരു ഡോക്ടറാണ്, അതൊരു നമ്മളുടെ ഒരു ഡെക്കറേറ്റീവ് ആഗ്രഹമാണ്. അവൻ ഒരു മാസം തിരിച്ചു പോകുന്നു. അവൻ പറഞ്ഞു എനിക്ക് ഇതല്ല എൻ്റെ, എനിക്ക് പറ്റില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അവിടെ നിൽക്കാനും ആകെ കാരണന്മാർ പ്രവചിച്ച് എന്താ ചെയ്യോ, അയ്യോ നിന്റെ ഭാവി പോയല്ലോ, നിന്നെ പെറ്റു പോകുന്ന ഇത്രയൊക്കെ ആയിട്ട് നീ ഒരു ഡോക്ടറായില്ലെങ്കിൽ പിന്നെ എന്തിനു ജീവിക്കണം, ഇതിനെ കൊണ്ട് ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസവും അറിവും വിശുദ്ധിയും വിശ്വാസവും ഉള്ള മാതാപിതാക്കളുടെ ഒരു എക്സ്പ്രഷൻ എങ്കിൽ അത് ആ കുട്ടിയെ തളർത്തുകയോ ശക്തിപ്പെടുത്തുമോ? ഇതാണ് ഇന്നത്തെ പ്രശ്നം. അവനെ പ്രോത്സാഹിപ്പിക്കാനും മോനെ നീ വിഷമിക്കണ്ട, നീ പഠിക്കണമെങ്കിൽ വേണ്ട, നിനക്ക് എന്താണ് ദൈവഹിതമെന്നുള്ളത് പ്രാർത്ഥിക്കാം. ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട്, അത് നമുക്ക് പ്രാർത്ഥിച്ച് അതിൽ പോകുകയാണെങ്കിൽ നീ വിജയിക്കും, നീ തളരരുത്. അതിന് പകരം എന്നാൽ നീ ഒരു വക്കീലെങ്കിലും എന്നും പറഞ്ഞ്, അപ്പോൾ വക്കീൽ എന്ന് പറഞ്ഞാൽ അവിടെ വലിയ പൊസിഷനാണെന്ന് പറഞ്ഞു, അറ്റോർണി, അങ്ങനെ അവൻ അതിന് പോകാൻ അവന് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും? മാതാപിതാക്കൾ അങ്ങനെ ആഗ്രഹിക്കുന്നു. അവൻ അതിൻ്റെ എൻട്രൻസിന് പോയി മടങ്ങി വന്നു, നേരെ പോയി തൂങ്ങിച്ചത്. ഇതെൻ്റെ പോയിന്റ്. ഇതെല്ലാം ഉണ്ടായാലും അവനെ അതിനെ തരണം ചെയ്യാനുള്ള ആന്തരിക കരുത്ത് മാതാപിതാക്കളായ നമ്മൾ കൊടുക്കണോ വേണ്ടയോ? ഇതാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾക്ക് വചനവും ആത്മാവും നമ്മുടെ ആത്മാവിലേക്ക് വന്നത് അവരിലേക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു വഴിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ അവരെ ബാഹ്യമായ ഒരു പ്രഷറിൽ ജീവിപ്പിക്കാണ്ട് ആന്തരികമായ ശക്തിയുടെ കരുത്തിൽ ജീവിപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കണം. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് അവരെ നയിക്കാൻ സാധിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളനുസരിച്ച് വലിയ പൊസിഷനുകളിലേക്കോ കാരിയർ ബിൽഡിങ്ങിലേക്കോ പോയത് കൊണ്ട് അവർ വിജയിക്കില്ല. ദൈവം എന്താണ് അവരോട് ആഗ്രഹിക്കുന്നത്? ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് ജോലിയെല്ലാം കളഞ്ഞ് 23 വർഷമായിട്ട് ദൈവ വേല ചെയ്യാണ്. ഐ ആം എൻ എഞ്ചിനീയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ മകനെ ഒരു വചന പ്രഘോഷകനാക്കണമെന്ന്? സാധാരണഗതിയിൽ ആരും അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ ആന്തരികമായ കരുത്ത് കൊടുക്കാൻ ആഗ്രഹിക്കണം. അതിൻ്റെ ഒരു വഴിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലെന്ന് അതിനോട് ഞാൻ പറഞ്ഞു തോന്നുന്നു. അമേരിക്കയിൽ ഒരു അമ്മച്ചി പറഞ്ഞു, 2 മക്കളും നിരീശ്വരവാദികളാണ്. ആ അമ്മച്ചി പറഞ്ഞു, എടി നിങ്ങളെ അറിഞ്ഞോ, ഞാനേ പ്രാർത്ഥിക്കുന്നത് കല്ലിനോടും മരത്തോടൊന്നുമല്ല, ജീവിക്കുന്ന ദൈവത്തോടാണ്. അതുകൊണ്ട് എൻ്റെ കൺമുമ്പിൽ വെച്ച് നിങ്ങളൊക്കെ യേശുവിനെ സ്വീകരിക്കുന്നത് ഞാൻ കാണുന്നു. ഇങ്ങനെ പറയാൻ കരുത്തുള്ള അമ്മമാരും അപ്പന്മാരും വേണം. അത് പറയുന്നത് ആ പറയുന്നത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്, അല്ലേ? അങ്ങനെ നമ്മുടെ വിശ്വാസം കരുത്തുണ്ടായാൽ മാത്രമേ അടുത്ത തലമുറയെ നമുക്ക് കരുത്തുള്ളവരാക്കാൻ പറ്റുള്ളൂ. ഇത്രയും ഉള്ളിൽ നമ്മൾ കാണണം. അതുകൊണ്ട് ഈ വചനം നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഈ വചനത്തിൻ്റെ മറ്റൊരു ശക്തി അത് എന്നിൽ. ഇപ്പം ഈ 9 ദിവസം നിങ്ങൾ കേട്ട വചനം ഇതെൻ്റെ വലിയൊരു ബോധ്യമാണ്. ഞാൻ നിങ്ങളും ഇത്രയും 200ഓളം ആളുകളോട് മാത്രമല്ല ഞാൻ പറയുന്നത്,
ആ ബോധ്യത്തിൽ വചനം പഠിക്കാൻ നമുക്ക് പുലർത്തി നമ്മളിപ്പോൾ